പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫിസിക്സിൽ നിന്നുള്ള ഒരു പ്രോബ്ലത്തെ പറ്റിയിട്ടാണ്. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഫിസിക്സിൽ നിന്നുള്ള ഒരു പ്രോബ്ലമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. PSCയിൽ ഒരുപാട് തവണ ലെൻസിൻ്റെ പ്രത്യേകതകളെ പറ്റിയിട്ട്, കോൺകേവ് ലെൻസിനെ പറ്റിയിട്ടും കോൺവെക്സ് ലെൻസിനെ പറ്റിയിട്ടും ചോദിച്ചിട്ടുണ്ട്. അതിലൊരു ചോദ്യമാണ് ലെൻസിൻ്റെ പവർ എങ്ങനെയാണ് കാണുന്നത് എന്നുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ലെൻസിൻ്റെ പവർ എങ്ങനെയാണ് കാണുന്നതെന്ന് നോക്കാം. ചോദ്യം ഇതാണ്: +25 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ എത്രയാണ്? +25 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ എത്രയാണെന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ എന്താണ് ലെൻസിൻ്റെ പവർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട ഒരു പദമാണെന്ത്? പവർ. ലെൻസിൻ്റെ ഫോക്കസ് ദൂരവുമായി ബന്ധപ്പെട്ട പദമാണ് പവർ. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമത്തെയാണ് എന്ത് പറയുന്നത്? ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യൂൽക്രമത്തെയാണ് ലെൻസിൻ്റെ പവർ എന്ന് പറയുന്നത്. ഇക്വേഷൻ എന്ന് പറയുന്നത് P = 1/f ആണ്. 1/f. ഇനി ഈ ലെൻസിൻ്റെ പവറിൻ്റെ യൂണിറ്റ് ഒരുപാട് തവണ PSCയിൽ ചോദിച്ചിട്ടുള്ളതാണ്. യൂണിറ്റ് എന്ന് പറയുന്നത് ഡയോപ്റ്റർ ആണ്. D എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പവറിൻ്റെ യൂണിറ്റ് D ആണ്. ഇക്വേഷൻ എന്ന് പറയുന്നത് 1/f ആണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. +25 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ കാണാനാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ അറിയാം, 1/f. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വേഗം എന്ത് ചെയ്യും? 1ന് 1/25 കാണും. ഉത്തരത്തിനായിട്ട് 1/25 കാണും. അപ്പോൾ നമുക്ക് ഉത്തരമായിട്ട് എന്ത് കിട്ടും? അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഉത്തരമായിട്ട് 0.04 ഡയോപ്റ്റർ എന്നാണ് ഉത്തരം കിട്ടുക. പക്ഷേ ആ ഉത്തരം തെറ്റാണ്. കാരണം എന്താ? നമുക്ക് തന്നിട്ടുള്ള ഫോക്കസ് ദൂരം എന്ന് പറയുന്നത് +25 സെൻറ്റിമീറ്റർ ആണ്. എന്താണ് പവർ എന്ന് പറയുന്നത്? മീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിൻ്റെ വ്യുൽക്രമമാണ്. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ളത് സെൻറ്റിമീറ്ററിലാണ് ഫോക്കസ് ദൂരം തന്നിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? ആ ഫോക്കസ് ദൂരത്തിനെ, സെൻറ്റിമീറ്ററിലുള്ള ഫോക്കസ് ദൂരത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? മീറ്ററിലേക്ക് മാറ്റണം. അപ്പോൾ F എന്ന് പറയുന്നത് +25 സെൻറ്റിമീറ്റർ ആണ് തന്നിട്ടുള്ളത്. നമ്മളതിനെ മീറ്ററിലേക്ക് ആക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നു? 100 കൊണ്ട് ഹരിക്കുന്നു. 100 കൊണ്ട് ഹരിക്കുന്ന സമയത്ത് നമുക്ക് 0.25 മീറ്റർ കിട്ടുന്നു. അപ്പോൾ +25 സെൻറ്റിമീറ്ററിനെ നമ്മൾ +0.25 മീറ്റർ ആക്കി മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇക്വേഷനിലേക്ക് നമ്മുടെ ഫോക്കസ് ദൂരം കൊടുക്കാം. 1/f കൊടുക്കുന്ന സമയത്ത് നമുക്ക് എത്ര കിട്ടും? +4D കിട്ടും. +4D ആണ് എന്ത്? ഈ ചോദ്യത്തിൻ്റെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അപ്പോൾ ചോദ്യം കാണുമ്പോൾ പെട്ടെന്ന് 1/f കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് തന്നിട്ടുള്ള ഫോക്കസ് ദൂരം സെൻറ്റിമീറ്ററിലാണോ മീറ്ററിലാണോ എന്ന് ചെക്ക് ചെയ്യുക. അതിനുശേഷം മാത്രം ഉത്തരത്തിലേക്ക് പോവുക. സെൻറ്റിമീറ്ററിലാണ് തന്നിട്ടുള്ളതെങ്കിൽ അതിനെ മീറ്ററിലേക്ക് ആക്കി നമ്മൾ ഇക്വേഷനിലേക്ക് കൊടുക്കുക. ലെൻസിൻ്റെ പവർ കാണാനുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചോദ്യമാണിത്. +20 സെൻറ്റിമീറ്റർ ഫോക്കസ് ദൂരമുള്ള ലെൻസിൻ്റെ പവർ എത്രയാണ്? നിങ്ങളുടെ ഉത്തരം കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചോദ്യത്തിൻ്റെ ഡിസ്കഷനുമായിട്ട് കാണാം. അതുവരേക്കും ബൈ.